ഇപ്പോൾ പാറമേക്കാവ് ദേവസ്വവും അതുപോലെ തന്നെ തിരുവമ്പാടി ദേവസ്വവുമായി ആശയവിനിമയം നടത്തി നാളെ രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ നേരത്തെ ഞങ്ങൾക്ക് അനുമതി തന്ന ഒരു മീറ്റിംഗ് ഞങ്ങൾ വിളിച്ചിരുന്നു. മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ മീറ്റിങ്ങിന് അനുമതി നൽകാതിരുന്നുകൊണ്ടാണ് അവലോകന യോഗം മന്ത്രിമാർ ഇടപെട്ട് നടത്താതിരുന്നത്. എന്നാൽ അതിനെ തുടർന്ന് ഞാൻ ഹൈക്കോടതി കൊടുത്ത പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇന്നലെ നമുക്ക് അനുമതി തന്നു നാളെ മീറ്റിംഗ് വിളിക്കുന്നതിന് വേണ്ടി. ആ മീറ്റിംഗ് നാളെ രാവിലെ 10:30 മണിക്ക് ഇവിടെ കളക്ട്രേറ്റിൽ നടക്കും. അപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ പ്രമുഖരും ബന്ധപ്പെട്ട ദേവസ്വം ഭാരവാഹികളും ഇവരെല്ലാം ചേർന്ന് കൂടുന്ന ആ മീറ്റിങ്ങിൽ വെച്ച് പൂരവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എങ്ങനെയായിരിക്കണമെന്നത് സംബന്ധിച്ച് അവസാന തീരുമാനമെടുക്കും. അതിനുശേഷം ആ കാര്യങ്ങൾ വിശദീകരിക്കാം. ഇപ്പോൾ ഏതായിരുന്നാലും ആ ഒരു ഉണ്ടായ പശ്ചാത്തലത്തിൽ നമുക്ക് അഡ്വാൻസായി കയറി അത് വേണ്ടെന്ന് ഏകപക്ഷീയമായി ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരിങ്ങനെ പ്രഖ്യാപിക്കുകയോ അല്ല അതിൻ്റെ ശരി. എല്ലാവരുമായി കൂടിയാലോചിച്ചതിന് ശേഷം നാളെ അത് പ്രഖ്യാപിക്കുന്നതാണ് ശരി എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ആ ചോദ്യത്തിന് മറുപടി ഇതാണ് പ്രധാനമായി സൂചിപ്പിക്കാനുള്ളത്. ഇങ്ങനെ പൊതുവിൽ നാട്ടിലുണ്ടായ ഒരു സംഭവം ഒരു മഹാദുരന്തമായി കണ്ട് വേർപെട്ടവരുടെ വേർപാടിൽ നമുക്കെല്ലാം ദുഃഖവും വേദനയുമുണ്ട്. അവരുടെ പേരിൽ അനുശോചനവും രേഖപ്പെടുത്തി പൊതുവിലുണ്ടായ സംഭവത്തെ അത്തരത്തിൽ കണ്ട് ഇനി നാളുകളിൽ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഭാവിയിൽ ചർച്ച ചെയ്യാനൊക്കെ പിന്നീടുള്ള അവസരങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ ഇപ്പോൾ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ബാക്കി കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെ എടുത്ത് ചർച്ച ചെയ്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ. മറ്റൊക്കെ തിട്ടപ്പെടുത്താനുള്ള കാര്യങ്ങൾ കളക്ടർ തരുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വീടുകളുടെ ഡാമേജുകൾ, സുരക്ഷാ ദൗത്യം പെട്ടെന്ന് ചില മതിലുകൾ പൊളിച്ചിട്ടുണ്ട്, ചില കണ്ടം നികത്തിയിട്ടുണ്ട്. ആ വളരെ പെട്ടെന്നുള്ള അവരുടെ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി നാശനഷ്ടങ്ങൾ വന്നിട്ടുള്ളവർക്കും സ്ഫോടനത്തിൻ്റെ ഭാഗമായി നാശനഷ്ടം സംഭവിച്ചവർക്കും എല്ലാം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരം ഉൾപ്പെടെ കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഈ അടിസ്ഥാനത്തിൽ ഈ ഉണ്ടായ മഹാദുരന്തത്തെ നമ്മളെല്ലാം ചേർന്ന് നമുക്ക് മറികടക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ ആലോചിക്കുകയാണ്. ഈ തീരുമാനമൊന്നും വേർപെട്ടവരുടെ നഷ്ടത്തിന് പരിഹാരമല്ലെന്ന് നമുക്കറിയാം. എങ്കിലും അവരുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കുക എന്നുള്ള വിധത്തിലാണ് ഇത്തരം കാര്യങ്ങൾ.